നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയേണ്ട സഹോദരങ്ങളെ. നമ്മൾ ആരാണ്? പാപം ചെയ്യാത്ത മനുഷ്യരുണ്ടോ? പാപികളല്ലാത്ത മനുഷ്യരുണ്ടോ? മനുഷ്യന്റെ പ്രത്യേകതയാണ് പാപം. ജനങ്ങളെന്ന് പറഞ്ഞാൽ, മനുഷ്യരെന്ന് പറഞ്ഞാൽ പാപങ്ങൾ ചെയ്തു പോകും. അപ്പൊ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്നതിന് 3 കാരണങ്ങൾ റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിനെപ്പറ്റി അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ ലോകത്തിൽ ചർച്ച നടക്കുകയാണ്. അപ്പൊ അത് നമുക്ക് പഠിക്കണ്ടേ? ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. അടുത്ത റബീഉൽ അവ്വൽ ആകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ കുറ്റപത്രത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ കർമ്മരേഖയിൽ ഒരു പാപവും അവശേഷിക്കാൻ പാടില്ല. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിന് 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ആ 3 കാര്യങ്ങൾ പറഞ്ഞ് ശേഷം മലക്കുകൾ ചർച്ച ചെയ്ത നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുന്ന 3 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ലത് കേൾക്കാനും, നല്ലത് പറയാനും, നല്ലത് പ്രവർത്തിക്കാനും, നല്ല മരണം ലഭിക്കുവാനും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്നതിന്റെ 3 കാരണങ്ങളിൽ ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മശിയുൽ ഖുദാമി ഇലൽ ജമാഅത്ത്. ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുന്ന മുസ്ലിമേ, ഓരോ ചുവട്ടടികൾക്ക് പകരമായി നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. ഓരോ ചുവട്ടടികൾക്ക് പകരമായി നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. ആദരവായ റസൂലുള്ള പറയുന്ന 1ാമത്തെ പാപം പൊറുക്കാനുള്ള കാര്യമാണ് മശിയുൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്. ജമാഅത്ത് നമസ്കാരത്തിന് പള്ളികളിലേക്ക് നിങ്ങൾ നടന്നു പോകലാണ്. ഈ പള്ളിക്കകത്ത് ചിറ്റാറ് പെരുന്നാട് പള്ളിക്കകത്ത്, ചിറ്റാറ് പള്ളിക്കകത്ത് സഹോദരങ്ങളെ, നമസ്കാരത്തിന് വേണ്ടി വരുന്ന എല്ലാവർക്കും അല്ലാഹു ഒരുപോലെയല്ല പ്രതിഫലം കൊടുക്കുക. 1ാമത്തെ സഫിൽ നിൽക്കുന്നവന് പ്രതിഫലം ധാരാളമാണ്. ഇമാമിന്റെ വലതുഭാഗത്ത് ചേർന്ന് നിൽക്കുന്നവന് പ്രതിഫലം കൂടുതലാണ്. എന്നാൽ പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മുസ്ലിമേ, എല്ലാവർക്കും അല്ലാഹു ഒരുപോലെയല്ല കൂലി കൊടുക്കുക. ഈ പള്ളിക്കകത്ത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി വന്ന, ജമാഅത്തിന് വേണ്ടി വന്ന എല്ലാവർക്കും അല്ലാഹു ഒരുപോലെയല്ല പ്രതിഫലം കൊടുക്കുന്നത് വ്യത്യാസമാണ്. ഏറ്റവും കൂടുതൽ പ്രതിഫലം ആർക്കാണ് ലഭിക്കുന്നതെന്നറിയോ? നിങ്ങൾ പറയും 2ാമത്തെ സഫിൽ നിൽക്കുന്നവനേക്കാൾ 1ാമത്തെ സഫിൽ നിൽക്കുന്നവന് പ്രതിഫലം കൂടുതലെന്ന്. ഇടതുഭാഗത്ത്, ഇമാമിന്റെ ഇടതുഭാഗം നിൽക്കുന്നവനേക്കാൾ വലതുഭാഗത്ത് നിൽക്കുന്നവന് പ്രതിഫലമുണ്ടെന്ന് പറയൂ. ഞാൻ നിഷേധിക്കുന്നില്ല, സമ്മതിക്കുകയാണ്. പക്ഷേ ഇമാമിന്റെ വലതുഭാഗത്ത് ചേർന്ന് എല്ലാവർക്കും ഒരുപോലെയല്ല. 1ാമത്തെ സഫിൽ നിന്ന് നിസ്കരിച്ച എല്ലാവർക്കും ഒരുപോലെയല്ല പ്രതിഫലമല്ല കൊടുക്കുക. സഹോദരങ്ങളെ, പ്രതിഫലത്തിന് ഏറ്റ വ്യത്യാസമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഅലമുന്നാസി അജ്റൻ ഫിസ്സലാ അബ്അദുഹും മംശാ. ഏറ്റവും ദൂരത്ത് നിന്ന് വന്ന് പള്ളിയിൽ നിസ്കരിച്ചവനാണ് ഏറ്റവും വലിയ പ്രതിഫലം കൊടുക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയുടെ 100 മീറ്റർ മുന്നിൽ താമസിക്കുന്നവന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം പോലെയല്ല 200 മീറ്റർ അപ്പുറത്ത് താമസിക്കുന്നവൻ അല്ലാഹു കൊടുക്കുക. അവന് കൊടുക്കുന്ന പ്രതിഫലത്തെക്കാൾ ഒരു ഇരട്ടി കൂടി അല്ലാഹു 300 മീറ്റർ അപ്പുറത്ത് നിന്ന് വരുന്നവന് കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, 300 മീറ്റർ അപ്പുറമായാലും 200 മീറ്റർ ഇപ്പുറമായാലും എങ്ങനെയാണ് വരേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബ്അദുഹും മംശാ. ഏറ്റവും ദൂരത്ത് നിന്ന് നടന്നു വന്നവനാണ് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുക എന്ന് അല്ലാഹുവിന്റെ തിരുദൂതൻ ലോകത്തോട് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിക്കകത്ത് വണ്ടി വെച്ചിട്ട് പള്ളിക്കകത്ത് കയറലല്ല, പള്ളിമുറ്റത്ത് വാഹനം കൊണ്ട് നിർത്തിയിട്ട് പള്ളിക്കകത്ത് കയറലല്ല. ഇന്ന് കാലം പുരോഗമിച്ചപ്പോൾ പള്ളിമുറ്റം ഇന്ന് വിശാലമാണ്. ആ പള്ളിമുറ്റത്ത് നമ്മുടെ വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയുണ്ട്. പാർക്ക് ചെയ്തിട്ട് പള്ളിക്കകത്ത് കയറുന്നവനേക്കാൾ പ്രതിഫലമല്ല കൊടുക്കുന്നത് ആർക്കെന്നറിയോ? വേച്ച് നടന്നു വരുന്ന ആളുകളുണ്ടല്ലോ, അങ്ങ് കിലോമീറ്ററുകളോളം അപ്പുറത്ത് നിന്ന് പള്ളിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വെളിച്ചമില്ലാതെ
ഒരു വെളിച്ചമില്ലാതെ, അതല്ലെങ്കിൽ നട്ടുച്ച നേരത്തെ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് വിയർത്ത് കുളിച്ചുകൊണ്ട് പള്ളിയിൽ വരുന്ന ഉപ്പ, നിനക്കല്ലാഹു തരുന്ന പ്രതിഫലത്തിന്റെ വ്യാപ്തി എത്ര വലുതെന്നറിയോ? പള്ളിയുടെ അടുത്ത് താമസിച്ചിട്ട് നടന്ന് പള്ളിയിലേക്ക് കയറുന്നവനേക്കാ, അതുപോലെ പള്ളിയിൽ നിന്ന് എത്രയോ മൈലപ്പുറത്തുള്ളവന് ശീരീകരിച്ച വാഹനത്തിൽ വന്ന് അള്ളാന്റെ പള്ളിമുറ്റത്ത് വന്ന് നിസ്കരിക്കുന്നവനേക്കാ അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നത് ആർക്കെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന അബഅദുഹും മംശാ, ഏറ്റവും അങ്ങ് ദൂരത്ത് നിന്ന് നടന്നു വരുന്നവനാണെന്ന് മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ പള്ളിയുടെ അടുത്തൊരു വീടുണ്ടെങ്കിൽ നമ്മൾ വലിയ ആദരവായിട്ട് പറയാൻ, ഷോ അദ്ദേഹം ആരെന്നാ നിങ്ങൾ കരുതിയത്? പള്ളിയുടെ കോലായിലല്ലേ അയാളെ വീട് വെച്ചിരിക്കുന്നത്. വീട്ടില് പപ്പടം പൊരിച്ചാ പള്ളിക്കകത്ത് മെഹ്റാബിനകത്തിരിക്കുന്ന ഇമാമിനെ കേൾക്കാം, പള്ളിക്കകത്തൊരു സംവാദം നടന്നാ വീട്ടിൽ മണിയറയിരിക്കുന്ന പെണ്ണിനെ കേൾക്കാം. അതൊന്നും വലിയ ആദരവൊന്നും അല്ല സഹോദരങ്ങളെ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പള്ളിയുടെ അടുത്ത് താമസിക്കാന്ന് പറഞ്ഞാൽ വലിയ ബഹുമതി എന്ന് ആരും കാണണ്ട. കാരണം ബനൂ സലമ ഗോത്രം നബിതങ്ങളുടെ അടുത്ത് വന്നു. മദീനയുടെ ഏറ്റവും അങ്ങേ അറ്റത്ത് താമസിക്കുന്ന ഗോത്രത്തിന്റെ പേരാണ് ബനൂ സലമ. ഈ ബനൂ സലമക്കാരെ നബിതങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു അവസരത്തിൽ ഒരു പരാതി ബോധിപ്പിച്ചു. എന്താ പറഞ്ഞെന്നറിയോ? ഞങ്ങൾ പള്ളിയുടെ അടുത്ത് താമസിക്കാൻ തീരുമാനിച്ചു, പെട്ടെന്ന് പള്ളിയിൽ വരാം, അങ്ങയോടൊപ്പം പെട്ടെന്ന് കൂടുതലായിട്ട് കഴിയാൻ ചെലവഴിക്കാം, പള്ളിയിൽ നിന്ന് ബാങ്ക് പെട്ടെന്ന് കേൾക്കാം, എപ്പോഴും പള്ളിയുടെ ഒരു ചുവയുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പള്ളിയുടെ അടുത്ത് താമസിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്ന അബൂ സലമക്കാരുടെ നബിതങ്ങൾ ചോദിച്ചു, അലാ തഹ്തസിബൂന ആസാറക്കും, നിങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹമൊന്നുമില്ലേ? നിങ്ങൾ എത്ര ദൂരത്ത് താമസിക്കാൻ പറ്റുമോ അത്ര ദൂരത്ത് പോയി താമസിക്കും, അതാണ് നിങ്ങൾക്ക് മഹത്വമെന്ന് ലോകത്തിന്റെ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ദൂരെ താമസിക്കണം, പക്ഷേ അത് അന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം എന്താണ്? മദീന പള്ളി കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് ചെന്നാൽ പിന്നെ ഉള്ള പള്ളി ഖിബലത്തൈനിയാണ്, അത് കഴിഞ്ഞാൽ കുറച്ചു ദൂരം മാറിയിട്ട് മസ്ജിദ് ഖുബായാണ്, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയാൽ മസ്ജിദുൽ ജുമുഅയാണ്. പള്ളികളൊക്കെ വളരെ വിരളമായിരുന്നു. ഇന്ന് ചിറ്റാരിയിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ദൂരം മാറി സഞ്ചരിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ പറ്റൂല. കാരണം അപ്പുറത്തെ പള്ളിയുടെ വടക്കേ പുറത്തായി പോകും, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലോ ഇപ്പുറത്തെ പള്ളിയുടെ കിഴക്കേ പുറത്താവും. അതുകൊണ്ട് നാലു ഭാഗത്തും അള്ളാഹു അനുഗ്രഹിച്ച് നമുക്ക് പള്ളിയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ തന്നെ എത്ര പള്ളികൾ ജമാഅത്ത് കൂടി ചേർന്നിട്ടാണ്? 16 ജമാഅത്ത് അല്ലേ? 14 ജമാഅത്ത്. ഒരു ജമാഅത്തിന് 10 പേരല്ല, 14 ജമാഅത്തുകൾ കൂടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ 14 ജമാഅത്ത്, പ്രത്യേകിച്ച് ഞാൻ പറയാം, നമ്മുടെ ഈ പത്തനംതിട്ട മേഖലകൾ, അതുപോലെ നമ്മുടെ ഈ ചില പ്രദേശങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ധാരാളമായി അടുത്തടുത്ത് പള്ളികളുള്ള ഒരുപാട് ദീനി പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ ഈ നാടുകൾ. സഹോദരങ്ങളെ, ഈ നാടുകളിലുള്ള പള്ളികളിൽ അടുത്തടുത്ത് താമസിക്കാതെ ദൂരത്ത് പോവുക എന്ന് പറയുന്ന സംവിധാനം നടക്കൂല. പിന്നെന്താ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? പരമാവധി നടന്നു വരിക, നമ്മുടെ പാപങ്ങൾ പൊറുക്കും. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ തതഹറ ഫീ ബൈതിഹി സുമ്മ മലാ ഇലാ ബൈതിൻ മിൻ ബുയൂതില്ലാ ലിയഖ്ളിയ ഫരീളതൻ മിൻ ഫറായിലില്ലാ. എങ്ങനാണ് പള്ളിയിൽ വരേണ്ടതെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാ. എങ്ങനാണ് പള്ളിയിൽ വരേണ്ടതെന്ന് റസൂലുള്ള സൂചിപ്പിച്ചല്ലോ. സഹോദരങ്ങളെ, ഇങ്ങനെ നിസ്കരിക്കാൻ വരുന്നതാരാണ്? നമ്മളിൽ ആരെങ്കിലും ഇങ്ങനെ പള്ളിയിൽ വരുന്നവരുണ്ടോ? പള്ളിയിൽ വരേണ്ട രീതിയാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. ഒന്ന്, ആദരവായ റസൂല് പറയുന്ന, മൻ തതഹറ ഫീ ബൈതിഹി, വീട്ടിൽ നിന്ന് ഒളിവെടുക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. വീട്ടിൽ നിന്ന് ഒളിവെടുക്കണമെന്നാണ്. സഹോദരങ്ങളെ, ഖുബാ പള്ളിയിൽ ചെന്ന് ഒളിവെടുത്ത് പള്ളിക്കകത്ത് നമസ്കരിച്ച ആ പള്ളിയിൽ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലം കിട്ടൂല. അവിടെ നിങ്ങൾക്ക് ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലം വേണമെങ്കിൽ നിങ്ങളുടെ റൂമിൽ നിന്നോ നിങ്ങൾ താമസിക്കുന്നിടത്ത് നിന്നോ ഒളിവെടുത്ത് പോകണമെന്നാണ്. എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, യഥാർത്ഥത്തിൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരേണ്ട, ജമാഅത്തിന് വരേണ്ട രീതിയാണ് നബി പഠിപ്പിച്ചത്. അല്ലാതെ നബി തങ്ങൾ സ്ത്രീ വിമോചകൻ മാത്രമാണെന്ന് കരുതി പോകണ്ട, കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീകളുടെ വിമോചകനാണെന്ന് മാത്രം നിങ്ങൾ പറയണ്ട. വിയർപ്പ് തുള്ളി ഉണങ്ങും മുമ്പ് തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ പഠിപ്പിച്ച തൊഴിലാളി വർഗത്തിന്റെ സമുദ്ധാരകനെ നബി മുഹമ്മദ് മുസ്തഫ എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കണ്ട. ഒലുവെടുത്തിട്ട് പള്ളിയിലെ ജമാഅത്തിന് വരുന്നവന്റെ മഹത്വത്തെ പറ്റി പറയുമ്പോ എങ്ങനാണ് ജമാഅത്തിന് പള്ളിയിൽ വരേണ്ടതെന്ന് വരെ പഠിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനാണ് പള്ളിയിൽ വരേണ്ടത്? വീട്ടിൽ
ഒന്ന് ഒളുവെടുത്തിട്ട് വേണം വരാൻ. പിന്നെയോ പോയിട്ടില്ല. പിന്നെ വരേണ്ടത് എവിടെയാണ്? അള്ളാന്റെ പള്ളിയിലാണ് വരേണ്ടത്. അവന്റെ വീട്ടിലാണ് വരേണ്ടത്, ഈദ്ഗാഹിലല്ല. വരേണ്ടത് എവിടെയാണ്? അള്ളാന്റെ ഭവനത്തിൽ, ഒരു ഭവനത്തിലാണ്. എന്തിനാണ് വരേണ്ടത്? ഫർള് നിസ്കരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാ മനസ്സിലായത്? ഒന്ന്, വീട്ടിൽ നിന്ന് ഒതു കൊടുക്കണം. 2, പള്ളിയിലാ പോയി നിസ്കരിക്കേണ്ടത്. 3, ഫർള് മാത്രമേ പള്ളി നിസ്കരിക്കാവൂ. സുന്നത്ത് എവിടെ നിസ്കരിക്കണം? വീട്ടിൽ നിസ്കരിച്ചിട്ട് വരണം. സുന്നത്ത് വീട്ടിൽ നിസ്കരിച്ചിട്ട് വരണം. ബാങ്ക് കേൾക്കുമ്പോ ഒളുവ് ചെയ്ത് റാഹത്തായി വീട്ടിൽ സുന്നത്ത് നമസ്കരിച്ചു, റവാത്തിബ് സുന്നത്ത് വീട്ടിൽ നിസ്കരിച്ച് നേരെ പള്ളിയിൽ വരുമ്പോ തഹിയ്യത്ത് നിസ്കരിക്കുക. പള്ളിയിൽ കയറുമ്പോ അഭിവാദനം തഹിയ്യത്ത് നിസ്കാരമാ. അങ്ങനെ പള്ളിക്കകത്ത് കയറി തഹിയ്യത്ത് നമസ്കരിച്ചതിനു ശേഷം ഫർള് നമസ്കരിക്കുക. ശേഷം അപ്പോഴേ പോക്കോളണം, നേരെ വീട്ടിൽ പോയി സുന്നത്ത് നിസ്കരിക്കുക. ഇതാണ് യഥാർത്ഥ രീതി. ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബിൽ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിൽ എനിക്ക് പാണ്ഡിത്യമില്ല. ഞാനത് പഠിക്കാനുള്ള സമയം കണ്ടെത്തിയിട്ടുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, എങ്ങനെയാണ് ജമാഅത്തിന് വരേണ്ടതെന്ന് ഹബീബായ നബി തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. നമ്മുടെ വിഷയം അതൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ഒരു കാല് മുന്നോട്ട് വെക്കുമ്പോ ഒരു പാപം പൊറുക്കപ്പെടുകയാ. അടുത്ത കാല് വെക്കുമ്പോൾ പദവി ഉയർത്തപ്പെടുകയാ. സഹോദരങ്ങളെ, ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, പള്ളിയിൽ നടന്നു വരുന്ന കാൽപാദങ്ങൾ എത്ര എണ്ണമുണ്ടോ, എത്ര ചുവട് വെച്ചിട്ടാണ് പള്ളിയിൽ വരുന്നത്, ആ ചുവട്ടടിക്കെല്ലാം പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്, നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടാൻ മലക്കുകളുടെ ലോകത്തിലെ സംവാദത്തിൽ ഒന്നാമത്തേത്, അല്ലാഹുവിന്റെ ഉപരിലോകത്തെ മാലാഖമാരുടെ ചർച്ചയിൽ ആദ്യത്തേത് പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്നതാണ്. അത് 3 എണ്ണമാണ്. ഒന്നാമത്തേത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തേത് മശിയുൽ ഖുദാമി ഇലൽ ജമാഅത്ത്, പള്ളിയിൽ നടന്നു വരിക. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇപ്പൊ എന്റെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജുമഅയ്ക്ക് മാത്രമാണ് ഡ്യൂട്ടി നിർവഹിക്കാൻ പള്ളിയിൽ പോകുന്നത്. അപ്പൊ എനിക്ക് അവിടെ വണ്ടി ഒതുക്കിയിടാൻ പ്രത്യേക ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ വണ്ടിയിൽ എത്രത്തോളം, അത് പള്ളിയോട് മെഹ്റാബിനോട് ചേർന്നിട്ടാണ്. അപ്പൊ നമുക്കിതൊക്കെ പറയാൻ കഴിയൂ എന്നുള്ളതിനപ്പുറത്ത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് പള്ളിയിൽ നിന്ന് കുറച്ച് മാറ്റിയെങ്കിലും വണ്ടിയിട്ട്, പടച്ചോനെ നിന്റെ ഹബീബ് പഠിപ്പിച്ച ആ പ്രതിഫലം എനിക്ക് കിട്ടണം. അതുകൊണ്ട് ഞാൻ ഇത്രയും രോഗിയാണ്, ഇത്രയും കഷ്ടപ്പെട്ട് വരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വാഹനത്തിൽ വന്നുവെങ്കിലും ഒരു 10 ചുവടെങ്കിലും വെച്ചാൽ അതിന്റെ പ്രതിഫലം കിട്ടുമല്ലോ. 10 ചുവട് വെച്ചാൽ നിനക്ക് 5 പാപം പുറത്ത് 5 പദവി ഉയരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഭാഗ്യം തരട്ടെ. രണ്ടാമത്തേത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. വിശദീകരിക്കാൻ നമുക്ക് സമയം വളരെ പരിമിതമാണ്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. അതുകൊണ്ട് രാത്രിയിലൊക്കെ പള്ളിയിൽ വരുന്നവർ, പണ്ടൊക്കെ, ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യനുണ്ട്. കാലം ഒരുപാട് പുരോഗമിച്ചു. ഇപ്പൊ ഈ വിരൽ അഗ്രഭാഗത്താണ് ഇപ്പോ മനുഷ്യന്റെ മുന്നോട്ട് പോകാൻ പറ്റി. പണ്ട് നവവി ഇമാമിന്റെ വിരല് എന്ത് ചെയ്തു? നവവി ഇമാമിന്റെ വിരലോ അതല്ലെങ്കിൽ പേനയോ പ്രകാശിച്ചു അദ്ദേഹത്തിന് ഗ്രന്ഥം എഴുതാനെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നതുപോലെ ഇപ്പൊ കാലം പുരോഗമിച്ചിരിക്കുകയാണ്. ഇപ്പോ വിരലൊക്കെ കത്തിക്ക് നിൽക്കുകയാണ് ഓരോരുത്തർക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. പുതിയ പുതിയ സംവിധാനങ്ങളാ. ഒരു ചെറിയ LED ഉണ്ട്, ഇതുപോലെ ഇങ്ങനെ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ എവിടെ കാണിച്ചാലും വെട്ടമാണ്. അപ്പൊ ആ ഒരു ലോകത്താണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പോഴും എന്റെ നാട്ടിൽ ഇപ്പോഴും ഒരു സീനിയർ സിറ്റിസൺ, പഴയകാല ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഇപ്പോഴും ആ ബാറ്ററിയിലുള്ള ടോർച്ച് കൊണ്ടാ വരുന്നത്. അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ ലൈറ്റ് അടിച്ചു പോകുന്നത് കണ്ടാൽ ഒരു 10-20 വർഷത്തിന്റെ പുറകിലോട്ട് നമ്മുടെ മെമ്മറി സഞ്ചരിക്കും. എന്തുകൊണ്ടാണ്? അതൊക്കെ ഒരു വലിയ ബഹുമതിയായിരുന്നു, അതൊക്കെ വലിയൊരു ത്യാഗമായിരുന്നു, അതൊക്കെ വലിയൊരു രസമായിരുന്നു, അവർക്ക് ലഹരിയായിരുന്നു, ഒരു ഹരമായിരുന്നു, അവരുടെ ജീവിതത്തിന്റെ നിർവൃതിയായിരുന്നു. അവര് ഹൃദയം കൊണ്ട് അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്തവരായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല, അല്ലേ? റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ആരെങ്കിലും ബശ്ശിറുൽ മശാഈന ഫിൽ ഉലം ഇലൽ മസാജിദി,
ബിന്നൂരി താമി യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ബശ്റുൽ മശായിന ഫിൽ ഉലമ. രാത്രിയിൽ പള്ളിയിലേക്ക് പോകുന്ന ആളുകളെ, കുറ്റാകുറ്റിരുട്ടിൽ പള്ളിയിലേക്ക് പോകുമ്പോ ഓരോ ചുവട് പാമ്പ് കടിക്കുമോ, കുഴിയിൽ വീഴുമോ, പട്ടി കടിക്കുമോ, കല്ലിൽ തട്ടുമോ എന്നാശങ്കപ്പെട്ടുകൊണ്ട് ഭയന്നുകൊണ്ട് കാലുകൾ ഉയർത്തി വെച്ച് പള്ളിയിലേക്ക് കുറ്റാകുറ്റിരുട്ടിൽ വരുന്നവരെ അവരോട് സുവിശേഷം അറിയിക്കൂ നബിയേ. ബിന്നൂരി താമി യൗമൽ ഖിയാമ. 3000 വർഷത്തെ വഴിദൂരമുണ്ടെന്ന് റസൂലുള്ള പഠിപ്പിച്ച 1000 വർഷത്തോളം കയറ്റമാണ്, 1000 വർഷത്തോളം സമനിരപ്പാണ്, 1000 വർഷത്തോളം കുട്ടിറക്കമാണ്. അല്ലാഹുവിന്റെ സിറാത്ത് എന്ന പാലമെന്ന് പഠിപ്പിക്കപ്പെടുമ്പോ ആ പാലത്തിലെ കുറ്റാകുറ്റിരുട്ടിൽ നിനക്ക് പ്രകാശമാണ് എന്ന് ലോകത്തിന്റെ നായക മദീനയുടെ മണവാള നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇരുട്ടിൽ തപ്പിയിട്ട് പള്ളിയിലേക്ക് വരുമ്പോ നിങ്ങൾ കാണാൻ കഴിയാതെ കുറ്റാകുറ്റിരുട്ടിൽ തപ്പിത്തടഞ്ഞ് പള്ളിയിൽ വരുമ്പോ നാളെ പരലോകത്ത് നിങ്ങൾക്ക് പ്രകാശമാണ് സിറാത്തിലെന്ന് ലോകത്തിന്റെ നായകൻ നമ്മളോട് പ്രഖ്യാപിക്കുമ്പോ, എന്റെ ആണുങ്ങളെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ പാപം പൊറുപ്പിക്കപ്പെടാനുള്ള കാരണമാണ് മശ്യുൽ ഖദാമി ഇലൽ ജമാഅ. പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു പോവാ. അപ്പൊ സഹോദരിമാരെ ചിന്തിക്കും, അല്ലാഹുവേ, ഇങ്ങനെ ഈ പ്രതിഫലം ഞങ്ങളുടെ പാവം പിന്നെ എങ്ങനെ കഴിയിപ്പോ? നിങ്ങളുടെ പാവം കഴുകാൻ ഒരു പരിപാടി പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ പാപങ്ങൾ കഴുകാൻ ഞാൻ ഒരു ചെറിയ ഒരു കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് രണ്ടാമത്തെ കൂടെ പറയട്ടെ, രണ്ടാമത്തെ കൂടെ നിങ്ങൾക്ക് പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് പാപം കഴുകിക്കളയാൻ, പാപം പൊറുക്കപ്പെടാനുള്ള ഒരു ചെറിയ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, ചെയ്തു പോകുന്നവരാണ്, ചിലപ്പോൾ ചെയ്യാത്തവരാണ്. എങ്കിലും നിങ്ങൾ അല്ലാഹു തആല കൈയൊടിയില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ എത്ര കൈയടിച്ചാലും മതി വരൂല. നമുക്കിവിടെ പട്ടയം നൽകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൈയടിച്ച് മന്ത്രി രാജുവിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ അറിയിപ്പിനോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തു വേണം? ഇത് കേൾക്കുമ്പോൾ സഹോദരിമാര് വീട്ടിൽ പോയിരുന്ന ഒരു 3 കൈയെങ്കിലും അടിച്ചു പോകും. കാരണം എന്താ? അല്ലാഹുവേ, ഞങ്ങളുടെ കെട്ടിയവന്മാര് 10-70 കൊല്ലം പള്ളിക്കകത്ത് പോയി കിടന്നത് അവർ നേടിയെടുക്കുന്ന ഈ പാപത്തെ കഴുകി കളയുന്നത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് കിട്ടുമല്ലോ. അത് പറഞ്ഞു തരാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സീരിയലൊന്നും അല്ല. സീരിയലൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ടോ? സീരിയലൊന്നും ഇല്ലല്ലോ. പ്രായമുള്ള ആളുകൾക്ക് അതൊന്നും അറിയില്ല. അവരാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പ്. പ്രായം ചെന്ന, ദാടി നരച്ച, തലമുടി നരച്ച, പ്രായം ചെന്ന് വില്ല് പോലെ മുതുക് വളഞ്ഞ പിതാക്കന്മാരാണ് നമ്മുടെ നാടിന്റെ നിലനിൽപ്പ്. ഇല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ട്രയലിന് വേണ്ടി, ഇടുക്കി ഡാം ട്രയലിന് വേണ്ടി ശകലം ഒന്ന് ഷട്ടർ പൊക്കിയപ്പോ 1 സെക്കൻഡിൽ 20 ലക്ഷം ലിറ്റർ വെള്ളം ദിശ മാറി ഒഴുകി. കഴുത്തറ്റം വെള്ളം കടന്നു, പക്ഷെ കുടിക്കാൻ വെള്ളമില്ല. ചുംബന സമരം നടത്തിയവരുണ്ട്, ഫ്ലാഷ് മോബ് കളിച്ചവരുണ്ട്, വട്ടയ്ക്ക സമരം നടത്തിയ മിടുക്കികളുണ്ട്. അങ്ങനെയൊക്കെ പലരുണ്ടായിരുന്നു. ഈ ചുംബന സമരമൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ പ്രസംഗ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു തന്തയ്ക്ക് വിളി എടുത്തിട്ടുള്ള ആള് ഞാനാണ്. അത് ചേലാകർമ്മത്തിന്റെ വിഷയത്തിലാണ്. അത് ഇപ്പോഴും ഇങ്ങനെ അതിൽ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഇപ്പോഴും ഇങ്ങനെ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ, 15-25 ലക്ഷം എത്ര ആളുകൾ കണ്ടു. പക്ഷെ ഇപ്പോഴും അതിൽ 1 ലക്ഷത്തോളം വരുന്ന കമന്റുകൾ ഉണ്ട്. അത് അത്രയും എന്നെ തെറി വിളിച്ചുകൊണ്ടുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചുംബന സമരമൊക്കെ കളിച്ച ആളുകളെടുത്ത് നമ്മൾ അതിനെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഗേൾ ഫ്രണ്ടിനെ ബോയ് ഫ്രണ്ട് ചുംബിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അള്ളാഹു നല്ല 1-ാം തരം പശുവും പാലിൽ പണിയങ്ങ് കൊടുത്തു. എന്താ പണി കൊടുത്തത്? ഗേൾ ഫ്രണ്ടിനെ മുത്തം വെച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. ബോയ് ഫ്രണ്ടിനെ ഒന്ന് ചുംബിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അള്ളാഹു എന്ത് കുഴപ്പമുണ്ടാക്കിയത്? നിക്കാഹ് കഴിച്ച് മഹർ കൊടുത്ത് ആളുകൾക്ക് 10 ബിരിയാണി വെച്ച് കൊടുത്ത് കല്യാണം കഴിച്ച സ്വന്തം പെണ്ടാട്ടിയെ മുത്താൻ പറ്റിയില്ല. കാരണം പെണ്ടാട്ടി LPS ഗ്രൗണ്ടിലാണ്, ഭർത്താവ് ദുരിതാശ്വാസ ക്യാമ്പിലായി പോയി. 2 ആഴ്ച പരസ്പരം കാണാൻ പറ്റിയില്ല. അള്ളാഹിന്റെ അടുത്ത് നമ്മുടെ കളിയൊന്നും നടക്കൂല. പടച്ചവൻ പരീക്ഷിക്കാൻ ഒരുങ്ങിയാൽ അവന്റെ കോടിക്കണക്കിന് പരീക്ഷണങ്ങൾ ഒരു ചെറിയ പരീക്ഷണമാണ് വെള്ളം. ആ വെള്ളം വന്നപ്പോഴേക്കും നമ്മളൊരു നവകേരളം സൃഷ്ടിപ്പെടുത്താൻ വേണ്ടി നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ പരീക്ഷണം മൊത്തത്തിൽ ഇങ്ങ് വന്നാലോ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നബിതങ്ങൾ എന്ത് പ്രവർത്തിച്ചു, എന്തു പറഞ്ഞു, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുക. മന്ത്രി രാജു പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക്
ആ പ്രവാചകനിലേക്ക് നമുക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു. അല്ലാഹു ഭാഗ്യം തരട്ടെ. രണ്ടാമത്തെ കാര്യം റസൂലുള്ള പറയുകയാണ്, വൽ ജുലൂസു ഫിൽ മസാജിദി ബഅദ ഒരു നമസ്കാരത്തിന് ശേഷം ആ പള്ളിയിൽ തന്നെ അടുത്ത നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കലാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകൾ ചോദിക്കുന്നു, നീ പള്ളിയിൽ നിന്ന് പോകുന്നില്ലേ? സുബഹി നിസ്കാരം കഴിഞ്ഞല്ലോ, സുബഹിന് ശേഷം സുന്നത്തില്ലല്ലോ, നീ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ, ഇല്ല, പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ എനിക്ക് എങ്ങനാ കഴിയുക? ലൊഹറിന് ബാങ്കുണ്ടല്ലോ, ലൊഹറിന് നിസ്കാരമുണ്ടല്ലോ, അതിനുകൂടി പങ്കെടുക്കണമെന്ന ആഗ്രഹമാണ് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ലൊഹർ നിസ്കാരം കഴിഞ്ഞ് നട്ടുച്ച നേരത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഈ മനുഷ്യനോട് ചോദിക്കുന്നു, എന്തേ പള്ളിയിൽ നിന്ന് പോകുന്നില്ലേ? ഇല്ല, പള്ളിയിൽ നിന്ന് പോയാൽ എങ്ങനാ? അസറിന് ബാങ്ക് വിളിക്കുമല്ലോ. നിങ്ങൾ ചോദിക്കും, അവരൊന്നും കഴിക്കാറില്ലേ? സഹോദരങ്ങളെ, നോമ്പ് പിടിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതല്ലെങ്കിൽ പോട്ടെ, നോമ്പില്ലെങ്കിൽ പോലും കൃത്യമായി വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചാലും മടങ്ങി വരുന്നു. അതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ലായിരിക്കാം. പക്ഷേ ഞാൻ എന്റെ ശബ്ദം ശവിക്കുന്ന ആണിനോട് പെണ്ണിനോട് പറയുകയാണ്, ലൊഹർ നിസ്കാരത്തിന് ബാങ്ക് വിളിച്ച് ലൊഹർ നിസ്കാരം കഴിഞ്ഞ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണ്? അല്ലാഹുവേ, അസറൊന്ന് ബാങ്ക് വിളിക്കുന്നില്ലല്ലോ, അസറിന് സമയമായില്ലേ? പടച്ചവനെ, നിന്നോട് മുനാജാത്ത് ചെയ്യാൻ എനിക്ക് വല്ലാത്ത പൂതിയാ. ഒന്ന് അസറിന് ബാങ്ക് കേട്ടെങ്കിൽ അല്ലാ എന്നാഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എനിക്ക് കഴിയുമോ? അത് തന്നെയാണ് വൽ ജുലൂസു ബഅദ സലാ, നമസ്കാരത്തിന് ശേഷം അല്ലാഹുവിന്റെ അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത്. നമുക്കങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഇശാ കഴിഞ്ഞാൽ സുബഹിന്റെ ബാങ്ക് കാതോർക്കാൻ നമ്മൾ കൊതിക്കുമോ? അസർ കഴിഞ്ഞാൽ മഗ്രിബിന്റെ ബാങ്കിനെ കാതോർക്കുമോ? ഇല്ല, കാതോർക്കും. പക്ഷെ അത് 30 ദിവസം മാത്രം, അതും ഒറ്റ വഖത്ത് മാത്രം. റമളാൻ മാസത്തിൽ മഗ്രിബിന്റെ ബാങ്ക് കേൾക്കാൻ വലിയ ആഗ്രഹമാണ് അല്ലേ? എവിടെ മൈക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് എങ്ങാനും കൊട്ടി അപ്പോഴേക്ക് 10 ഈത്തപ്പഴം ഉള്ളിൽ ഇറങ്ങും. ഇതാണ് നമ്മുടെ അവസ്ഥ. ആ വഖത്ത് മാത്രം നമുക്ക് കേൾക്കാൻ വല്ലാത്തൊരാഗ്രഹമാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ബാങ്ക് കേട്ട് നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത ബാങ്ക് ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് പറയുന്ന നിസ്കാരത്തെ ലഹരിയാക്കി കാണുന്ന ആ ഒരു നമസ്കാരം, ചില സൂഫിയാക്കളായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ, വ്യഭിചരിക്കുന്നവൻ വ്യഭിചാരശാലയിലും കള്ളു കുടിക്കുന്നവൻ മദ്യശാപ്പിലും പോകുമ്പോൾ കിട്ടുന്ന സുഖം, ആ സുഖത്തിന്റെ 100 ഇരട്ടിയാണ്. മാമരം കോച്ചുന്ന തണുപ്പത്ത് ഐസ് വെള്ളം എടുത്ത് ഒളിവെടുത്ത് അള്ളാന്റെ മുമ്പിൽ ഞാനൊന്ന് കൈകെട്ടി നിൽക്കുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നതെന്ന് തസവ്വുഫിന്റെ ഉന്നതമായ ശ്രേണികളിൽ വിരാജിക്കുന്ന തസവ്വുഫിന്റെ ഉന്നതമായ ഉലമാക്കൾ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ലഹരിയുണ്ട്. അത് നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, ഒരു പ്രത്യേക ലഹരി. നിസ്കാരം കൃത്യമായി നമ്മളൊന്ന് നിർവഹിക്കാൻ മനസ്സു വെച്ചാൽ എനിക്കും നിങ്ങൾക്കും അതൊരു ലഹരിയാകും. ആ ലഹരി നമ്മുടെ നിസ്കാരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുകൾ കൂക്കി വിളിച്ചപ്പോഴും റെയിൽവേ ട്രാക്കിന്റെ പ്ലാറ്റ്ഫോമിൽ ന്യൂസ് പേപ്പർ വിരിച്ച് നമസ്കരിച്ചത് ആലിമീങ്ങളായിരുന്നില്ല, സാധാരണക്കാരായിരുന്നു നമസ്കരിച്ചത്. ഞാൻ കണ്ണൂരേക്ക് ഒരു പരിപാടിക്ക് പോകുമ്പോ ഞാൻ കയറിയ ട്രെയിനിൽ അതേ ക്യാബിനില് അതേ സീറ്റ്, എന്റെ സീറ്റിന് തൊട്ടടുത്ത് കുറച്ച് ആളുകൾ കയറി. ആളുകളൊക്കെ എനിക്ക് ഏറ്റവും പരിചയമുള്ള ആളാണ്, എന്റെ നാട്ടുകാരൻ, നാട്ടിനോട് അടുത്ത ആളുകളാണ്. ഒപ്പം അവര് ഒരു 100-600 പേരുണ്ട്. അവര് ഡൽഹിയിൽ പോവാണ് അല്ലെ? തബ്ലീഗ് സമ്മേളനം നടന്നപ്പോൾ ഡൽഹിയിലേക്ക് പോയ ഒരു സംഘത്തിന്റെ കഥയായി പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഞാൻ ഒരാളുമായിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആവേശവും ആർജവും ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ സംസാരിച്ചു. മുമ്പും അദ്ദേഹത്തോട് ഈ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നാണ് കൂടുതൽ മണിക്കൂറുകളോളം യാത്രയിൽ എനിക്ക് അദ്ദേഹത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം എന്നോട് പറയാൻ, 40 വർഷമായി, നിങ്ങൾ കേൾക്കണം, 40 വർഷമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ 40 വർഷമായി ഇന്നു വരെ എനിക്ക് അവ്വല് തക്ബീർ നഷ്ടപ്പെട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ ചിന്തിച്ചു, ട്രെയിനിൽ നിന്ന് അങ്ങ് ചാടിയാൽ എന്താ? 40 വർഷമായി എനിക്ക് തള്ളലൊന്നുമല്ല ഇത് ഒന്നാം തരം ഒറിജിനൽ അദ്ദേഹത്തിന്റെ അനുഭവം. അദ്ദേഹം എന്റെ റഅയ്തു ഐനയ്യ സമയത്തു ബി ഉദിനയ്യ, എന്റെ 2 കാതുകൊണ്ട് കേട്ട് 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാര്യമാണ്. അദ്ദേഹം എന്നോട് പറയുന്നു, 40 കൊല്ലമായി ഞാൻ അവ്വൽ തക്ബീർ നഷ്ടപ്പെട്ടിട്ടില്ല ഒരു വഖത്തിനും. അദ്ദേഹം ഒരു ആലിമോ
ഒരു മഹലിന്റെ ഖാദിയോ ഒരു മഹലിലെ ഖത്തീബോ ഒരു മഹലിന്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു കോളേജിന്റെ പ്രൊഫസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിന്റെ പ്രിൻസിപ്പളോ ഒന്നുമല്ല. അദ്ദേഹം ആരാണ്? അദ്ദേഹം സാധാരണക്കാരൻ, ഒരു തുണി കച്ചവടക്കാരനായിരുന്നയാള്. ഇപ്പൊ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നയാള്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മിന്റെ അലിഫ് ചേർത്ത് പറയുക. അല്ലാഹു അക്ബർ. നിസ്കാരത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുക. നിസ്കാരം ഇല്ലാതെ നിസ്കാരത്തിന്റെ കൂലി കിട്ടും. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇശാ നിസ്കാരം കഴിഞ്ഞു. ലാ യസാലു അഹദുകും ഫീ സ്വലാത്തിൻ മാ ദാമത്തി സ്വലാ തഹ്ബിസുഹു ലാ യംനഉ അൻ യൻഖലിബ ഇലാ അഹ്ലിഹി ഇല്ല സ്വലാ. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇമാം ബുഖാരി തങ്ങൾ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞ് അതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഹദീസ്. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നു, ലാ യസാലു അഹദുകും ഫീ സ്വലാ. നിങ്ങൾ നിസ്കാരത്തിൽ തന്നെയായിരിക്കും. നിങ്ങൾ നിസ്കാരത്തിൽ തന്നെയായിരിക്കും. ഏത് സമയത്ത്? മാദാമത്തി സ്വലാത്തു തഹ്ബിസുഹു. നിങ്ങളെ നിസ്കാരം തടഞ്ഞു വെച്ചാൽ ലാ യംനഉ അൻ യൻഖലിബ ഇലാ അഹ്ലിഹി ഇല്ല സ്വലാ. നിസ്കാരമല്ലാതെ നിങ്ങളെ വീട്ടിലേക്ക് പോകുന്നതിന് തടസ്സം വേറൊന്നും നിൽക്കുന്നില്ല. മഗ്രിബ് അത് നമ്മൾ വളരെ സൂക്ഷിക്കുന്ന ഒരു വഖത്തുണ്ട്. മഗ്രിബും ഇശായും അല്ലെ. മഗ്രിബിന് പള്ളിയിൽ ഒന്നാ ഇശായും കൂടെ കഴിഞ്ഞ് മടങ്ങിപ്പോവും. പക്ഷെ ദോഷം എന്താന്ന് ചോദിച്ചാൽ മഗ്രിബ് ഇശായിനിടയിലാണ് ഫിത്ന കമ്മിറ്റി പള്ളിയിലെ ഇമാമിനെ പിരിച്ചുവിടുന്ന കാര്യം ചർച്ച ചെയ്യുന്ന അപ്പോഴാണ് നാട്ടിലെ പെൺകുട്ടികളുടെയൊക്കെ സെൻസസ് എടുക്കുന്നത്. ഏതെണ്ണം ഒളിച്ചോടി, എത്ര എണ്ണം ഒളിച്ചോടാൻ പോകുന്നു, എത്ര എണ്ണത്തിന് ലൈൻ ഉണ്ട്, എത്ര എണ്ണത്തിന് വാട്സപ്പ് ഉണ്ടെന്നൊക്കെ ചർച്ച ചെയ്യുന്ന ആ സമയത്താണ്. അതിന് കുത്തുന്ന ഏതാ? പള്ളിയുടെ പുറം പള്ളിയിൽ ചാർജും കുത്തിയിടും. അള്ളാന്റെ പള്ളിയിൽ ചാർജ് കയറും. പടച്ചോന്റെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് വാക്യോത് നിനക്ക് ഒരൊറ്റ ദാരിദ്ര്യം ഉണ്ടാവൂല. ഒരു മന്ത്രിയും പട്ടം എഴുതി തരണ്ട. അള്ളാഹു നേരിട്ടെങ്ങ് തന്നോളൂ. ജയ്സൽ ഒന്ന് കുനിഞ്ഞു കിടന്നപ്പോൾ രാഷ്ട്രത്തിന്റെ ഭാവി പ്രതീക്ഷ രാഹുൽ ജി വന്ന് കെട്ടിപ്പിടിച്ചു അല്ലെ ജയ്സലിനെ. പുതിയ കാറിന്റെ ഷോറൂമിന്റെ നിർമ്മാതാവ് വന്നിട്ട് താക്കോല് കൊടുത്തിട്ട് പറഞ്ഞു, പാണക്കാട് തങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും പോലെയാ, ജയ്സലെ നീ ഉദ്ഘാടനം ചെയ്. സമസ്തയുടെ ആധികാരിക പണ്ഡിത സംഘടനയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം SKSF അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്നറിയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അള്ളാന്റെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞാലോ? കെട്ടിപ്പിടിക്കുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കൂല, അള്ളാന്റെ മലായികത്തുകളായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഈ സമയത്ത് വാക്യ ഓതാൻ കഴിയും. അതുകൊണ്ട് ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കലാണ് വേണ്ടത്. സഹോദരങ്ങളെ, പാപം പുറത്തു പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോൾ ചുരുക്കി പറയട്ടെ, മൂന്നാമത്തെ കാര്യമേതെന്നറിയോ? പാപങ്ങൾ പൊറുക്കപ്പെടാൻ മൂന്നാമത്തെ കാരണമേതെന്നറിയോ? ഇസ്ബാഉൽ വുളൂഇ ഹീനൽ കിരീഹാ. എത്ര ബുദ്ധിമുട്ട് നിനക്ക് വന്നാൽ, എത്ര പ്രയാസം നീ നേരിട്ടാൽ, പൊന്നുമോനെ നീ വുളൂ പൂർത്തിയാക്കി എടുക്കുമോ? നിനക്ക് വല്ലാത്ത തണുപ്പാണ്, നിന്റെ ശരീരം ഇങ്ങനെ കോച്ചു പിടിക്കുകയാ, നിന്റെ താടിയെല്ലുകൾ കൂട്ടിയിടിക്കുകയാണ്, നിന്റെ കാൽമുട്ടുകൾ തമ്മിൽ ചേരുകയാണ്, നിനക്ക് കൈയൊന്ന് വിടർത്താൻ കഴിയുന്നില്ല, കാലൊന്ന് അകത്താൻ കഴിയുന്നില്ല, നിന്റെ ശരീരത്ത് പുതച്ചിരിക്കുന്ന ബ്ലാങ്കറ്റ് പുതപ്പ് ബെഡ്ഷീറ്റൊന്നും മാറ്റാൻ കഴിയുന്നില്ല. ആ സമയത്ത് നല്ല തണുത്ത വെള്ളം ഇങ്ങനെ വരികയാ. ആ സമയത്ത് നീ ഒളിവെടുക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയെങ്കിലും ഒന്ന് തൊട്ട് തേക്കുന്നതാണ്, പോരാ. ആ സമയത്ത് നീ ഒളു പൂർത്തിയാക്കി എടുക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാ. സഹോദരങ്ങളെ, ഒളു പൂർത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒളുവിനെ പറ്റി റസൂലുള്ള എവിടെയെല്ലാം വിശദീകരിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം നബിതങ്ങൾ ഒളുവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം നബിതങ്ങൾ പറയുന്നത് അഹ്സനുൽ വുളൂ എന്നാണ്. ഏറ്റവും നല്ല നിലയിൽ ഒളുവെടുക്കുക എന്നാണ്. ആ സമയത്ത് ഏറ്റവും നല്ല നിലയിൽ ഒളു ചെയ്യുക എന്ന് പറഞ്ഞ നബിതങ്ങളും സഹാബത്തും നടന്നു പോകുമ്പോ ഒരു സമൂഹത്തിന്റെ നാട്ടിലെത്തി, ഒരു സമുദായത്തിന്റെ നാട്ടിലെത്തി. ആ നാട്ടുകാരിൽ ചിലർ ഒളിവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആദരവായ പ്രവാചകനെ ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോ, അവര് ഒളിവെടുത്തുകൊണ്ട് നിൽക്കുമ്പോ അവരുടെ കണ്ണങ്കാല് നനയുന്നില്ല. അവര് പെട്ടെന്ന് കാലിൽ
കാലിലേക്ക് വെള്ളം കോരി ഒഴിച്ചപ്പോൾ കണ്ണങ്കാല് നനയുന്നില്ല. കാരണം കണ്ണങ്കാലിന്റെ തൊലികളൊക്കെ ചുക്കി ചുളുങ്ങിയതാണ്. ആ മടമ്പങ്കാലിന്റെ ഭാഗത്തുള്ള തുണികൾ ആ ഭാഗത്തുള്ള തൊലികളൊക്കെ ചുക്കി ചുളുങ്ങിയിരിക്കുന്നതാണ്. അതെല്ലാം ഇങ്ങനെ വരണ്ടുണങ്ങിയിരിക്കുന്നതാണ്. അതിന്റെ ഉള്ളിൽ വെള്ളം കയറാതിരുന്ന ഒളു പൂർത്തിയാകൂലല്ലോ. റസൂലുള്ള ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോ അവരോട് പറഞ്ഞു, അസ്ബിഹുൽ വുളു, വുളുവെടുക്കടാ നബിയെ, ഞങ്ങൾ വുളുവെടുത്തു. അസ്ബിഹുൽ വുളു, വുളു ചെയ്യടാ നബിയെ, ഞങ്ങൾ വുളുവെടുത്തു. അസ്ബിഹുൽ വുളു, വുളുവെടുക്കടാ എന്ന് പറഞ്ഞു. അവര് വുളുവെടുത്തപ്പോൾ റസൂലുള്ള പറയുകയാണ്, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, മടമ്പങ്കാലന്മാർക്ക് നരകമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹദീസ് കേട്ടുകൊണ്ട് അപ്പാടെ അങ്ങ് അമല് ചെയ്യാൻ പോകുന്നവരൊക്കെ കണ്ണങ്കാല് ചെത്തിക്കളയേണ്ടി വരും. വൈലുൽ ലിൽ അഖാബി മിനന്നാർ, നരകമാണ് ആർക്ക്? മടമ്പം കാലുള്ളവന്മാർക്കൊക്കെ നരകമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇപ്പൊ നമ്മുടെ മുഖത്ത് ഫെയർ ലെവല് തേക്കും, പക്ഷേ കാലിന്റെ ഈ ചുക്കി ചുളിഞ്ഞ ഭാഗങ്ങൾ ശരിയാകാൻ ഒരു പെണ്ണും കണ്ണങ്കാലിന് ഫെയർ ലെവല് തേക്കൂല. അതങ്ങനെ തന്നെ കിടക്കുള്ളൂ. അപ്പൊ ആ ഭാഗത്തിന്റെ വരകൾക്കിടയിൽ വെള്ളം പ്രവേശിക്കണമെങ്കിൽ അതിനെ തേച്ച് കഴുകണം. അപ്പൊ അത് ചെയ്യാതെ കോരിയങ്ങോട്ട് ഒഴിക്കാൻ, അപ്പൊ അങ്ങനെ ഒഴിക്കുമ്പോ വെള്ളം ചേരൂല. യവന്റെ നിസ്കാരം ഒളുവില്ലാത്തതാണ്. ഒളുവില്ലാതെ നിസ്കരിക്കുന്നത് സ്വീകാര്യമല്ല. അങ്ങനെ ഒളുവില്ലാതെ സുജൂദ് ചെയ്താൽ പാപമാണ്. ആ പാപം ആവർത്തിക്കപ്പെടുമ്പോൾ ഇവൻ നരകത്തിലാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി വെള്ളം കൊടുത്തോളി, കുഴപ്പമില്ല. പോയത് ചായ കൊടുക്കാനല്ലേ? എഴുതുന്നു. ആ കൊടുക്കി, വെള്ളം കൊടുത്തോളൂ. എനിക്ക് വേണ്ട, വെള്ളം കൊടുത്തോ. ചായ കൊടുക്കുന്ന ചായയാണോ? ചൂടുവെള്ളം എനിക്ക് വേണ്ട. ആ ചൂടുവെള്ളം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇരിക്കുന്ന സ്ഥലത്ത് എത്തിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. വെള്ളം കൃത്യമായി നിങ്ങളുടെ സ്ഥലത്തെത്തും ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ഒരു പക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾക്കതിൽ വിഷമമുണ്ടാവും. കാരണം ഉസാറെ ഞങ്ങളുടെ പള്ളി കയറ്റുന്നില്ല. നടി കുശുബൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കി, എങ്കിലും നമ്മളെ കയറ്റുന്നില്ല. അതുപോലെ തന്നെ ചില മന്ത്രിമാരൊക്കെ പറഞ്ഞു നോക്കി, നമ്മളെ കയറ്റുന്നില്ല. അതുപോലെ പല സംഘടനക്കാരും ഞങ്ങളെ വിളിച്ചു നോക്കി, പക്ഷെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടണ്ടേന്ന് ചോദിച്ചാൽ വേണ്ട. നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ ഒരു പുരുഷായുസ് മുഴുവനും എന്ന് പറഞ്ഞാൽ 60 വയസ്സ് വരെ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുന്ന 75 വയസ്സുകാരന്റെ 15ാമത്തെ വയസ്സ് മുതൽ നിസ്കാരം തുടങ്ങി. അവനും 75 വയസ്സുണ്ട്. അവന്റെ 60 വർഷത്തെ നമസ്കാരം അവൻ ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് നടന്നു വന്ന് പാപങ്ങൾ കൊഴിയപ്പെട്ട് ഓരോ നമസ്കാരം കഴിഞ്ഞ് അടുത്ത വഖത്തിനെ പ്രതീക്ഷിച്ചിരുന്നു. അതിനൊക്കെ അവന്റെ പാപങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞത് നിങ്ങൾ ലേബർ റൂമിൽ കിടന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങൾ പ്രസവിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് കിട്ടി. ഒരു പ്രസവം കൊണ്ട് നിങ്ങൾക്ക് കിട്ടി. അതാണ് പടച്ചതമ്പുരാൻ. അപ്പൊ ചോദിക്കും, പ്രസവിക്കാത്തവർക്ക് ഈ പ്രതിഫലം കിട്ടൂലേ? കിട്ടും. അതിനും അള്ളാഹു പരിഹാരം വെച്ചിട്ടുണ്ട്. അതിനും പ്രവാചകൻ പരിഹാരം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾക്ക് വിഷമമൊന്നും വേണ്ട. ഈ നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തിന് കാതോർക്കുന്നത് വീട്ടിൽ ബാങ്കിലായാലും മതി. ഏതായിരുന്നാലും നിങ്ങൾ ഒളുവെടുക്കുമ്പോൾ അതിനെ പൂർത്തീകരിച്ചെടുത്തോളി. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് കഴിഞ്ഞ് നബിതങ്ങളോട് അള്ളാഹു ചോദിച്ചു, ഇനി എന്താണ് ചർച്ച? വേറെ എന്ത് ചർച്ചയാണ് നബിയെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ തിരുദൂതര് പറയുകയാണ്, അവിടെ നടക്കുന്ന ചർച്ച പദവികൾ ഉയർത്തപ്പെടുന്ന കാര്യത്തിലാണ്. ആളുകളുടെ പദവി ഉയരുന്ന കാര്യങ്ങളിലാണ്. ഇനിയൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ സഹോദരങ്ങളെ, ഇനിയൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ പ്രിയപ്പെട്ടവര്. ആരുടെയും ദറജകൾ പദവികൾ ഉയർത്തപ്പെടാൻ അല്ലാഹുവിന്റെ റസൂൽ 3 കാര്യങ്ങൾ പറഞ്ഞു. വാനലോകത്തെ മാലാഖമാരുടെ ചർച്ചയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പദവികൾ ഉയർത്തപ്പെടാൻ 3 കാര്യങ്ങൾ അവന് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്നറിയോ? അതിൽ ഒന്നാമത്തേത് റസൂലുള്ള പറയുകയാണ്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കല. ഒരു നേരത്തെ അട്ടിക്ക് വകയില്ലാത്തവൻ അരമുണ്ടിറുക്കി കൊടുത്തുകൊണ്ട് പാടത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട അഗതിയുണ്ടല്ലോ. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. അഗതികളെ പറ്റിയിട്ട് പറഞ്ഞത് മണ്ണിന്റെ മണമുള്ളവരെന്നാണ്. അല്ലാഹു പറഞ്ഞല്ലോ, മിസ്കീൻ എന്താ മച്റബ. ആരാണ് മിസ്കീൻ?
ആരാണ് മിസ്കീൻ, ആരാണ് അഗതി, ആരാണ് പാവപ്പെട്ടവൻ, ആരാണ് അട്ടിക്ക് വകയില്ലാത്തവൻ? അല്ല പറയുന്നു മിസ്കീനൻ ദാ മത്റബ, മണ്ണിന്റെ മണമുള്ള അഗതിയാണ്, മണ്ണിന്റെ മണമുള്ളവനാണ്. ദാ മത്റബ, മത്റബ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ മണമുള്ളവനാണ്, പാടത്ത് പണിയെടുക്കുന്നവനാണ്, ചേറിൽ കിടക്കുന്നവനാണ്, ചെളി പുരണ്ട ശരീരമുള്ളവനാണ്. അവന് ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിയുമോ? വിശന്നൊട്ടി വരുന്നവന് ഭക്ഷണം കൊടുക്കാൻ കഴിയോ? സഹോദരങ്ങളെ, ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ഒരുപാട് നമ്മളെ പ്രസംഗത്തിൽ കേട്ടതുപോലെ ഇനിയും നാളുകളിൽ കേൾക്കാറുള്ളത് പോലെ ഏറ്റവും നല്ല മഹിതമായ ഒരു ഇബാദത്താണ് ആഹാരം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, അല്ലാഹുമായിട്ടുള്ള ഏത് ബന്ധത്തിന് ചെറിയ വീഴ്ച വന്നാൽ, പടച്ചോനുമായിട്ടുള്ള ഏത് ഇടപാടിൽ എന്ത് വീഴ്ച സംഭവിച്ചാൽ അല്ലാഹു പരിഹാരമായി പറയുന്നത് എന്താണ്? നിങ്ങൾ പാവങ്ങൾക്ക് അരി കൊടുക്കണമെന്നാണ്. പാവങ്ങൾക്ക് അരി കൊടുക്കണമെന്നാണ്. ശ്രദ്ധിക്കണേ, പാവങ്ങൾക്ക് അരി കൊടുക്കണമെന്നാണ്. ഹജ്ജിന് പോയി എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു പോയാൽ എന്താണ് പരിഹാരം? അരി കൊടുക്കുക. നോമ്പ് പിടിക്കാൻ കഴിയുന്നില്ല, എന്താണ് പരിഹാരം? അരി കൊടുക്കുക. ആണയിട്ട് പോയി സത്യം ചെയ്തു പോയി, വല്ലാഹി എന്ന് സത്യം ചെയ്തു പോയി, അതിനെ ലംഘിക്കേണ്ടി വന്നു, ആ കാര്യം നിനക്ക് നടക്കാതെ വന്നു, അതിന് നീ അള്ളാഹുവിനോടൊരു കഫാറത്തുണ്ട്, പ്രായശ്ചിത്തമുണ്ട്. അതിൽ നോമ്പ് പിടിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നീ ആഹാരം കൊടുക്കണമെന്നുള്ളതാണ്. അതുപോലെ നിന്റെ ഭാര്യയെ ഏതെങ്കിലും വിശേഷ പണ്ട് കാലങ്ങൾ ഉണ്ടായിരുന്നൊരു ലിഹാറുണ്ട്, ഇപ്പോഴതില്ല. ആ ഒരു ഇടപെടലിൽ നീ നിന്റെ ഭാര്യയെ ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു, അതിനെ പിന്നെ ലംഘിക്കേണ്ടി വന്നാൽ അന്നും ഉണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കുക എന്ന സംവിധാനം. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവന്റെ പരിഹാരം, അള്ളാഹുമായിട്ടുള്ള ഇടപാടുകളിലുള്ള ഏത് ഇടപെടലുകളിലുമുള്ള പരിഹാരം പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. അതുകൊണ്ടാണ് നമ്മുടെ സഹോദര സമുദായത്തിലുള്ളവരൊക്കെ പറയുന്നത് മാധവ സേവ, മാനവ സേവ. മാധവനെ സേവിക്കുമ്പോഴാണ് മാനവനെ സേവിക്കുമ്പോഴാണ് മാധവനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, വല്ലാഹു ഫി ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. ഇപ്പൊ ഇവിടെ ഉസ്താദ് പറഞ്ഞല്ലോ, ഇവിടെ കിടക്കാൻ കിടപ്പാടമില്ലാത്തവന് നമ്മൾ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു ടോട്ടലായിട്ടൊരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കിടക്കാൻ കിടപ്പാടമില്ലാത്തവന് കിടപ്പാടം കൊടുക്കുക, മരുന്ന് വാങ്ങാൻ കഴിയില്ലാത്തവൻ അതിനുള്ള കാശ് കൊടുക്കുക, തലച്ചാക്കാൻ കഴിയില്ലാത്തവൻ അതിനുള്ളൊരു സംവിധാനം കൊടുക്കുക, കെട്ടിക്കാൻ പ്രായമായ പ്രിയപ്പെട്ട പൊന്നുമക്കളുള്ളവർ അവരെ കല്യാണം കഴിപ്പിച്ച് അയക്കാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ അല്ലാഹു തആല നമുക്ക് തരുന്നത് നമ്മുടെ പദവികൾ ഇങ്ങനെ ഉയർന്നുയർന്നുയർന്നു പോയിക്കൊണ്ടിരിക്കാൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ സഹോദരിമാരെ, ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയുമോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അതിലൊരു പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നേതാക്കന്മാരുടെ യുവത്വത്തിന്റെ നേതാവാണ് ഹസൻ ഹുസൈൻ എന്ന് പറഞ്ഞു. ഈ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോനാണ് സൈനുൽ ആബിദീൻ തങ്ങൾ. സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നെന്നല്ലേ? ആ മഹാനായ മനുഷ്യനെങ്ങാനും മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധമായ കഅബാലയത്തിൽ ചുറ്റുവട്ടത്തെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടത്തെ ഗവർണർമാര്, അവിടത്തെ നേതാക്കന്മാർ, അവിടത്തെ ഭരണാധികാരികൾ, അവിടത്തെ പൗരപ്രമുഖരെല്ലാം സൈനുൽ ആബിദീൻ തങ്ങളെ കണ്ടാലും മാറിക്കൊടുക്കുമായിരുന്നു. വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന പായൽ മാറുന്നത് പോലെ സൈനുൽ ആബിദീൻ തങ്ങൾക്ക് വേണ്ടി ആളുകൾ മാറിക്കൊടുക്കുമായിരുന്നു. അത്ര ബഹുമാനിക്കപ്പെടുന്ന വലിയ മഹത്വത്തിന്റെ ഉടമയായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ധാരാളം പാവങ്ങൾ ജീവിച്ചു. അട്ടിക്ക് വകയില്ലാത്തവർ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർ, ആ പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്തും നേരം വെളുക്കുമ്പോ ഭക്ഷണം കിട്ടിരിക്കുമായിരുന്നു. ആരാണ് കൊണ്ടുവെക്കുന്നതെന്നറിയില്ല, ആരാണ് ഭക്ഷണം കൊണ്ടുവച്ചത് അവർക്കറിയില്ല. പക്ഷേ ഭക്ഷണം ആർട്ടിയോട് അവർ കഴിക്കുമായിരുന്നു. എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ ഭക്ഷണം അവർക്ക് സുലഭമായി കിട്ടുമായിരുന്നു. എന്നാ മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു.
പറഞ്ഞുപോയി. വിട പറഞ്ഞതിന്റെ തൊട്ടുപിറ്റേ ദിവസം മുതൽ വീട്ടുമുറ്റത്ത് ഭക്ഷണമില്ല. ആളുകൾ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്, അല്ലാഹുവേ, ഇന്നലെ വരെ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഭക്ഷണം കൊണ്ടുവച്ചത് സൈനുൽ ആബിദീൻ തങ്ങളായിരുന്നല്ലോ, സൈനുൽ ആബിദീൻ തങ്ങളായിരുന്നല്ലോ. ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഭക്ഷണം കൊണ്ടുവച്ചതാ മഹാനായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ജനാസ മയ്യത്ത് കട്ടിൽ കിടത്തിയിട്ട് കുളിപ്പിക്കുമ്പോ ആളുകളെ പറഞ്ഞു കുളിപ്പിച്ചവര് പറയുകയാണ്, സൈനുൽ ആബിദീൻ തങ്ങളുടെ 2 തോളുകളിൽ കറുത്ത പാടുണ്ടായിരുന്നു. എന്ത് ചെയ്തിട്ട് പാട് വന്നതെന്നറിയോ? തടി പിടിച്ചിട്ട് വനത്തിൽ നിന്ന് തടി ചുമന്നു കൊണ്ടുപോയി മാർക്കറ്റിൽ കച്ചവടം ചെയ്തതിന്റെ പേരിലല്ല, ഏതെങ്കിലും ചുമട്ട് തൊഴിലാളിയായതിന്റെ പേരിലല്ല, പാതിരാത്രിയുടെ നിശബ്ദതകളിൽ പാവപ്പെട്ടവന്റെ ചെറ്റക്കൂടകളുടെ മുമ്പിൽ ആരും അറിയാതെ ഭക്ഷണം കൊണ്ടുവച്ചു എന്ന കാരണത്തിന്റെ പേരിൽ നിരന്തരമായി വർഷങ്ങളോളം ആ ഒരു ഇബാദത്ത് ചെയ്ത് നമസ്കാരം നിർവഹിക്കുന്നവന്റെ നെറ്റിത്തടത്തിൽ നിസ്കാരത്തഴമ്പ് വരുന്നത് പോലെ സൈനുൽ ആബിദീൻ തങ്ങളുടെ തോളിൽ 2 കറുത്ത പാട് വന്നു. അവിടെയാണ് ഭക്ഷണം കിട്ടി ചുമന്നുകൊണ്ട് പാവങ്ങളുടെ വീട്ടുമുറ്റത്ത് വെച്ചത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, നമുക്ക് തന്ന സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന്റെ അടിമകൾക്ക് ഭക്ഷണം വിളമ്പുന്നവരാണോ? അല്ലാഹു പറഞ്ഞല്ലോ, യുതഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനാ വയതീമൻ വഅസീറാ. അവർ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ. എങ്ങനെയുള്ള പാവങ്ങളാണ്? അവര് അഗതികളോ അനാഥരോ തടവ് പുള്ളികളോ ആണ്. അവര് കൊടുക്കുന്നത് എപ്പോഴാണ്? അവർക്ക് ഭക്ഷണത്തിനോട് താല്പര്യം വരുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ 3 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമാണ് കലത്തിലുള്ളത്. ആ 3 പേർക്ക് കട്ടിച്ച് കഴിക്കാൻ കലത്തിൽ ആഹാരം ഇരിക്കുന്നു. 4മതൊരാൾ വന്ന് കൈനീട്ടുമ്പോ അതിൽ നിന്ന് അദ്ദേഹത്തിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവരാരാ? അല്ലാഹു പറയുകയാണ്, യുതഇമൂന തുആമ അലാ ഹുബ്ബിഹി. നിനക്ക് അതിലേക്ക് ആവശ്യം വരുമ്പോ, നീ ഭക്ഷണത്തിന് ഏറ്റവും പ്രിയം വെക്കുമ്പോ, നീ ഏറ്റവും അതിലേക്ക് ആവശ്യക്കാരനായിരിക്കുമ്പോ ആർക്കാണോ നീ ഭക്ഷണം കൊടുക്കുക? ഒരു പാവപ്പെട്ടവനെ കയറി കിടക്കാടമില്ലെന്നറിയുമ്പോ, നിനക്ക് ആവശ്യമുള്ള വീടില്ല, നിനക്കിപ്പോഴും വീട് ഹോളോ ബ്രിക്സ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട് തേച്ചിട്ടില്ല, ഇപ്പോഴും പെയിന്റ് ഇട്ടിട്ടില്ല, ഇപ്പോഴും തറയിട്ടിട്ടില്ല, ഇപ്പോഴും അതിന്റെ മേൽക്കൂര ശരിപ്പെടുത്തിയില്ല. അങ്ങനെ നീ പൈസ കിട്ടാൻ കൊടുച്ചു നിൽക്കുമ്പോ, നിന്റെ വീട് വെക്കുന്നതിന്, അതിനെ ഒന്ന് നവീകരിക്കുന്നതിന്, അതിനെ ഒന്ന് സമ്പൂർണമാക്കുന്നതിന് സാമ്പത്തികമായി നീ വലിയ മുട്ടനുഭവപ്പെടുമ്പോ, ഒരു പാവപ്പെട്ടവൻ നിന്റെ വീട്ടുമുറ്റത്ത് വന്ന് കൈനീട്ടുകയാണ്, ഒരു വീടില്ല, കിടപ്പാടമില്ല, സഹായിക്കണേ. ആ സമയത്ത് നീ പൈസ ഇല്ലാതിരിക്കുമ്പോ, അതല്ലെങ്കിൽ തേപ്പിന് വേണ്ടി പൈസ, സിമന്റിന് വേണ്ടി മാറ്റിവെച്ചെടുക്കുമ്പോ, അവന് ആവശ്യമായ പൈസ കൊടുക്കാൻ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹത്തോടുകൂടി കൊടുക്കുമോ? അല്ലാഹു പറയുന്നു, യുതഇമൂന തുആമ അലാ ഹുബ്ബിഹി. നിനക്ക് ആവശ്യമുള്ളപ്പോ നീ അവന് കൊടുക്കുന്ന ഏതൊരു സദഖയാണ്. നിന്റെ മകളെ കെട്ടിക്കാൻ നുള്ളിപ്പറക്കിയിട്ട് നീ സ്വർണം കൂമ്പ് കൂട്ടുമ്പോ, കൂമ്പാരം കൂട്ടുന്നു. ഇപ്പൊ 5 പവനായി 10 പവനെങ്കിലും ഇട്ടുകൊടുക്കണ്ടേ? അങ്ങനെ എവിടെ നിന്നെങ്കിലും ഒരു തരി സ്വർണം, ഒരു മഞ്ചാടിയെങ്കിലും കിട്ടണമെന്ന് കൊതിച്ചു നിൽക്കുമ്പോ 5 പവനായി 10 പവനാണ് നിന്റെ മകൾക്ക് വേണ്ടി പറഞ്ഞത്. ആ സമയത്താണ് നിന്റെ വീട്ടുമുറ്റത്ത് ഒരു പ്ലാസ്റ്റിക് കവറും കൊണ്ട് ഒരു പാവപ്പെട്ട സഹോദരി വന്നു നിൽക്കുന്നു. 35 വയസ്സായ സഹോദരിയും കൊണ്ടാവുന്നത്. അത് മകളാണ്. ആ മകളുടെ നിക്കാഹ് നടന്നിട്ടില്ല. സൗന്ദര്യമില്ലാത്തതിന്റെ പേരിലല്ല, അവള് കുടുംബത്തിൽ പിറക്കാത്തതിന്റെ പേരിലല്ല, അവള് ദാമ്പത്യ ജീവിതത്തിന് ആവശ്യക്കാരി അല്ലാത്തതിന്റെ പേരിലല്ല. പിന്നെയോ അവൾക്ക് അവളുടെ കെട്ടാൻ പോകുന്ന പ്രതിശ്രുത വരന് കൊടുക്കാനുള്ള സ്വർണത്തിന്റെ കമ്മിയാണ്. നിന്റെ വീട്ടിലോ 5-10 പവൻ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതിൽ 5 പവൻ നിനക്ക് ഇപ്പൊ കയ്യിലുണ്ട്. ബാക്കി 5 പവന്റെ കമ്മി. എന്തായിഷ കേൾക്കട്ടെ, നബിയെ, ഒരു സ്ത്രീ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്റെ മുന്നിൽ വന്നു. ആ 2 കുഞ്ഞുങ്ങളെയും 2 കയ്യിൽ പിടിച്ച് എന്റെ മുന്നിലെത്തിയ സഹോദരിയുടെ മുഖത്ത് വലിയ വിഷാദമായിരുന്നു. അവരുടെ കണ്ണ് നിറഞ്ഞ് കവിയുകയായിരുന്നു, അവരുടെ കണ്ണ് കുഴിഞ്ഞു കിടക്കുകയായിരുന്നു, അവരുടെ കവൾ ഒട്ടിക്കിടക്കുകയായിരുന്നു, വയറൊട്ടിക്കിടക്കുകയായിരുന്നു, എല്ലുണ്ടു നിൽക്കുകയായിരുന്നു. വിശപ്പിന്റെ വിളിയാളം മൂലം പട്ടിണിയുടെ പേക്കോലമായി.
എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടിയപ്പോ നബിയെ ഇതിനകത്ത് ഞാൻ അരിച്ചു പെറുക്കി നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അവസാനം നോക്കുമ്പോ അങ്ങക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരുന്ന 2 ഈത്തപ്പഴം 3 ഈത്തപ്പഴം എന്റെ കയ്യിൽ കിട്ടി. 3 ഈത്തപ്പഴം. അന്നത്തെ ഈത്തപ്പഴത്തിന് ചക്കയുടെ വലിപ്പോ ഇന്നത്തെ ഈത്തപ്പഴത്തിന് ചക്കക്കുരുവിന്റെ വലിപ്പോ ഒന്നുമല്ല. അന്നത്തെ ഇന്നത്തെ ഈത്തപ്പഴത്തിന് ഒരേ വലിപ്പം തന്നെയാ. ആ ഈത്തപ്പഴം 3 എണ്ണം ഞാൻ അങ്ങക്ക് വേണ്ടി കരുതി വെച്ചതാ. ഏത്? പള്ളിയിൽ നിന്ന് കെട്ടിയോ വരുമ്പോ ഭർത്താവ് വരുമ്പോ കഴിക്കാൻ കൊടുക്കാൻ ഭാര്യ കരുതി വെച്ചത് 3 ഈത്തപ്പഴം. ഇപ്പോഴെങ്ങാനും പള്ളിയിൽ നിന്ന് ചിറ്റാറ് പള്ളിയിൽ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോ 3 ഈത്തപ്പഴം പോയിട്ട് 3 ഏത്തപ്പഴം വെച്ച് നോക്ക്, അപ്പോഴവളെ മയ്യത്താക്കും അല്ലേ? കാരണം എന്താണ്? നമുക്ക് എന്ത് കിട്ടിയാലും എരിവും പുളിയില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങൂല. നമുക്ക് സത്യത്തിൽ നമുക്ക് വിശക്കാത്തത് കൊണ്ടാണ്. സത്യത്തിൽ വിശക്കാത്തത് കൊണ്ടാണ്. എന്തുപോലെ ഇപ്പൊ ഉറങ്ങുന്നവൻ പറയുന്നു വിരിപ്പ് പോരാ, മെത്ത പോരാ, കട്ടില് പോരാ, കൊതുകുണ്ട്, കൊതുക് വലയില്ല, തലയിണ പോരാ, അതുപോരാ, ഇതുപോരാ എന്നൊക്കെ പരാതി പറയുന്നത് ഉറക്കം വരാത്തത് കൊണ്ടാണ്. ഇനി ഉറക്കം വന്നാലോ? ചിറ്റാറ് ടൗണിൽ നിന്ന് പത്തനംതിട്ട ബസ് കയറി, പ്രൈവറ്റ് ബസ്സാണ്, ഭയങ്കര ഞെരുക്കായിരുന്നു, അതുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഇവന് തലേ ദിവസത്തിന്റെ വാളൊക്കെ കഴിഞ്ഞു പോയ ഉറക്കമുണ്ട്. ഇവൻ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. കണ്ടക്ടറോട് ആരെങ്കിലും പറയും ഒരു തലയണ കൊണ്ടുവരാൻ. ഇവൻ ഉറക്കം വന്നു, അങ്ങ് നിന്ന് ഉറങ്ങി. പള്ളിയിൽ ജുമയ്ക്ക് വരുമ്പോൾ കിട്ടുന്ന ഉറക്കമുണ്ടല്ലോ, മിമ്പറിൽ ഖത്തീബ് ഖുതുബ ഓതാൻ വാളം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന 20 മിനിറ്റ് ശാന്തസുന്ദരമായ ഉറക്കം. ആ ഉറക്കത്തിൽ മോദിനോട് ആരെങ്കിലും തലേണ കൊണ്ടുവരാൻ പറയോ? ഇല്ല. കാരണം ഉറക്കം വന്നങ്ങ് ഉറങ്ങിപ്പോവാൾ. എന്നതുപോലെ യവന് വിശക്കാത്തത് കൊണ്ടാണ് യവൻ എന്ത് ചോദിക്കുന്നത്? കറിക്ക് എരിവ് പോരാ, പുളി പോരാ, ഉപ്പ് പോരാ, മധുരം കുറവാ എന്നൊക്കെ പറയുന്നവനക്ക് വിശക്കാത്തത് കൊണ്ടാ. വിശത്ത് കഴിഞ്ഞാലോ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, പച്ച ചേനയും ചേമ്പാണെങ്കിലും വെട്ടിയിട്ടാലും അവൻ തിന്നോളും. കാരണം അവന് വിശപ്പടക്കണമെന്ന ചിന്ത. ഇത് വിശക്കാത്തോണ്ടാണ് നമുക്ക് ഭക്ഷണത്തിൽ കുറ്റം കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഉറക്കം വരാത്തത് കൊണ്ടാണ് കിടക്കയിൽ പോരായ്മകൾ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. നബിയെ, ഞാൻ ആ 3 ഈത്തപ്പഴം മൊത്തത്തിൽ അങ്ങ് കൊടുത്തു ആ സ്ത്രീക്ക്. നബിതങ്ങളൊന്നും പറഞ്ഞില്ല. ആ സഹോദരി 2 ഈത്തപ്പഴം 2 മക്കളുടെ കയ്യിൽ കൊടുത്തു. ഒന്ന് കഴിക്കാൻ ചുണ്ടിലേക്ക് വെച്ചപ്പോ പെട്ടെന്ന് ആർത്തിയോടെ തിന്ന പെൺമക്കൾ ആ 2 ഈത്തപ്പഴവും തിന്നിട്ട് ഉമ്മാന്റെ കൈവെള്ളയിൽ തൂങ്ങുകയാണ്. ഉമ്മ വിശക്കുന്നു. ചുണ്ടോട് ചേർത്ത് വെച്ച് ദിവസങ്ങളായി പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാതെ ആദ്യമായി കിട്ടിയ ഈത്തപ്പഴം ചുണ്ടിലേക്ക് ചേർത്തു വെച്ച ആ പ്രിയപ്പെട്ട മാതാവ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുത്തു. 2ആയിട്ട് കീറിയിട്ട് 2 മക്കളുടെ വായിലും വെച്ചു കൊടുത്തു. ഇത് ഞാൻ കണ്ടു നബിയെ, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പരാതിപ്പെട്ടപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ആ 2 പെൺമക്കൾ അവളുടെ ഇടയിൽ, നരകത്തിന്റെയും ഇടയിലുള്ള വലിയ ഒരു മതിൽ കെട്ട. ആ സ്ത്രീ നരകത്തിൽ പോകൂല. ഈ 2 പെൺമക്കൾ ആ സ്ത്രീയുടെയും നരകത്തിന്റെയും ഇടയിലുള്ള പടുകൂറ്റൻ പർവ്വതം പോലുള്ള ഒരു വലിയ തിരശീലയാണ്, ഒരു കർട്ടനാണ്. അവരുടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കവചമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ചായ വാങ്ങി കൊടുക്കാൻ പറ്റുകയും കൊടുക്കി, 10 രൂപ കൊടുക്കാൻ പറ്റുകയും കൊടുത്തോളെ. ഒരു കവറ് മരുന്ന്, ടാബ്ലറ്റ്, മെഡിസിൻ വാങ്ങി കൊടുക്കാൻ പറ്റുകയും കൊടുത്തോളെ. നിസ്സാരമായി പറയുന്നതല്ല. ആദരവായ റസൂല് പറയുകയാണ്, യുസഫു അഹ്ലുന്നാർ, നരകത്തിൽ പോകാനുള്ള ആളുകളെ ഇങ്ങനെ ലൈനായിട്ട് നിർത്തിയിരിക്കുകയാ. ഓരോരുത്തരെ വരിവരിയായി, നിരനിരയായി, അണിയണിയായി നിർത്തിയിരിക്കുന്നു. എവിടേക്ക് പോകാനാ? നരകത്തിലേക്ക് പോകാനുള്ളവരാണ്. അവരുടെ ഇടയിലൂടെ സ്വർഗത്തിലേക്ക് പോകേണ്ടവര് നടന്നു പോവുകയാ. ഇത് നമുക്ക് മനസ്സിലാകാൻ റസൂലുള്ള പറഞ്ഞ ഹദീസാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവര് പോകുമ്പോ അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഇമാം ബഗവി റിപ്പോർട്ട് ചെയ്ത ഹദീസാ. മിഷ്കാത്തിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന ഹദീസാ. അനസിൽ നിന്ന് ബഗവി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് മിഷ്കാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വലിയ ക്യൂ നിൽക്കുമ്പോ അതിനിടയിലൂടെ സ്വർഗാവകാശികളെ കൊണ്ടുപോകുന്നു. സ്വർഗത്തിന്റെ റിളുവാൻ എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ, മാലിക് എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ നരകത്തിൽ പോകാനുള്ളവർ നിൽക്കുന്നു. ആ സമയത്താണ് സ്വർഗാവകാശം നടന്നുപോയപ്പോ കയ്യിൽ ആരോ കയറി പിടിച്ചു. അപ്പൊ അവിടെ മസിലൊക്കെ പിടിച്ചേക്കും. സ്വർഗത്തിലല്ലേ, രക്ഷപ്പെട്ടല്ലോ. നീയിപ്പോ എന്താ ഇവിടെ രക്ഷപ്പെടൽ? എന്താ എന്റെ സഹോദരങ്ങളെ? സ്വർഗത്തിൽ പോവാ, ഓക്കെ, നീ കേട്ടി വിട്ടോ, പൊക്കോ എന്ന് പറഞ്ഞാലുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ഭയങ്കര ഗമയാ. പിന്നെ ഫുള്ള് കള്ളുകുടിയല്ലേ നമുക്ക് അവിടെ.
അല്ലാഹു അക്ബർ. അവിടെ ആരുമില്ല. കള്ളാറ്, പാലാറ്, തേനാറ്, വെള്ളത്തിനാലുള്ള ആറ്, സൽസബീല്, സഞ്ചബീല് എന്ന് വേണ്ട സർവ്വതും തസ്നീമും ഒക്കെ നമുക്ക് അവിടെ കിട്ടുന്നു. ഷോപ്പിംഗ് ഡേ നമുക്ക് എല്ലാ ദിവസവും വെള്ളിയാഴ്ച അസർ കഴിഞ്ഞ് ഷോപ്പിംഗ് ഡേ ആണ്. അവിടെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഓരോ ആഴ്ച ഷോപ്പിങ്ങിന് പോയി മടങ്ങി വരുമ്പോഴും നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കപ്പെടുന്നു. സ്ത്രീകൾക്ക് അവിടെ ചെറിയ ചെറിയ ചെടികളും മുന്തിരികളും ആപ്പിളും വാഴയും ഒക്കെ നടാനുള്ള അവസരം അള്ളാഹുവിന്റെ റസൂൽ ഇതൊക്കെ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സ്വർഗത്തിൽ നമ്മൾ കയറി ചെന്നാൽ ആദ്യമായി തിന്നാൻ തരുന്നത് എന്താ? സുബൈക്ക് വരുന്നവർ ചിന്തിക്കും, കൊള്ളാം, ഇതിനു വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നതെന്ന് ചിന്തിക്കും. സ്വർഗത്തിൽ കയറി ആദ്യം നമുക്ക് തരുന്ന സൽക്കാരത്തിന്റെ ഭക്ഷണം എന്താണ്? മീനിന്റെ കരളും കാള ഇറച്ചിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇവിടത്തെ പാണ്ടിക്കാളയല്ല, നല്ല സ്വർഗത്തിന്റെ പച്ച പുല്ല് തിന്നുന്ന സുന്ദരമായ കാള. ആ കാളയുടെ ഇറച്ചിയും, പിന്നെ അവിടെ ഈ മൃഗസംരക്ഷകരൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ അവിടെ യുദ്ധവും അടിച്ചുകൊല്ലൊക്കെ ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മീനിന്റെ കരൾ നമുക്ക് കഴിക്കാൻ തരും. അത് കഴിച്ചോണ്ടാണ് നമ്മൾ അങ്ങോട്ട് അഭിവാദനം കയറുന്നത്. അപ്പൊ ഈ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി സ്വർഗാവകാശികൾ വളരെ ധൃതിപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ നരകത്തിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ലൈനിൽ നിന്ന് ഒരുത്തൻ കയറി കയ്യിൽ പിടിക്കും. സ്വർഗാവകാശിയാരും മനുഷ്യന്റെ കയ്യിൽ ചോദിക്കും, എന്തടാ ഇത് പറ്റി പറ. ആ സമയത്ത് ഈ നരകാവകാശിയായ മനുഷ്യൻ ചോദിക്കുന്ന എന്താണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമാ തദ്കുറു റജുലൻ സഖാക ശർബതൻ യൗമകദാ. ഒരു ദിവസം നിനക്ക് ചായ വാങ്ങി തന്നവനെ നീ ഓർക്കുന്നുണ്ടോ? നിനക്ക് നീ വിശന്ന് നിന്നപ്പോ നിനക്ക് ഭക്ഷണം വാങ്ങി തന്ന ഒരുത്തനെ ഓർമ്മയുണ്ടോ? അന്നത്തെ നമ്മുടെ എല്ലാ ഓർമ്മകളും പെട്ടെന്ന് വരുമല്ലോ. ഹദീദ്. ഇന്നേ ദിവസം നമ്മുടെ കണ്ണുകളുടെ മൂർച്ച വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ മരണം മുതൽ പിന്നെ അങ്ങോട്ട് എല്ലാം പെട്ടെന്ന് വലിയ ലെൻസാ നമുക്കുള്ളത്. ഇപ്പൊ എല്ലാത്തിനും പരിമിതിയാ. ഈ ഒരു കുപ്പി വെള്ളം നമ്മുടെ കണ്ണുകൾക്ക് അല്ലാഹു പരിമിതമായ കാഴ്ച എന്നതുകൊണ്ടാ. ഇല്ലെങ്കിൽ വെള്ളം നമ്മൾ ശൗചം ചെയ്യാൻ പോലും നമ്മൾ ഉപയോഗിക്കൂല. കാരണം എന്താണ്? ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന അണുക്കൾ, ഇതൊക്കെ കാണാനുള്ള കണ്ണ് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. കാതുകൾക്ക് പരിമിതിയുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ വാഴ പറയാൻ പറ്റുമോ? ചിറ്റാർ ടൗണിലൂടെ ഓടുന്ന വാഹനങ്ങളുടെ സൗണ്ട് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ. പരിമിതി വെച്ചു അല്ലാഹു തആല. ഇത്ര ദൂരം കഴിഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കൂല. ഓർമ്മയ്ക്ക് പരിധി വെച്ചു. ഇല്ലെങ്കിൽ വാപ്പ മരിച്ച മക്കൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കൂലേ? അല്ലാഹു പരിധി വെച്ചു. ഇതാണ് പടച്ചവൻ. മനുഷ്യന്റെ പ്രത്യേകതയാണ്.